ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 30 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 18.5 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകളും പിടികൂടി. SIR-നെതിരെ കേരളവും തമിഴ്നാടും നൽകിയ ഹർജികളിൽ വ്യത്യസ്ത വിഷയങ്ങളാണെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ തൃക്കണ്ണാട് ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ അപകടം. മരട് നഗരസഭയിൽ 2020 വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. ലണ്ടൻ സൗത്ത് ഹോളിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറൻ ലണ്ടനിലെ സൗത്ത് ഹോളിലാണ് തീപിടുത്തമുണ്ടായത്. വാർത്തകൾ വിശദമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 30 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 18.5 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകളും പിടികൂടി. സ്വർണം കടത്തിയ കന്യാകുമാരി സ്വദേശിയും വിവിധ വിമാനങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ 4 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഏകദേശം 8500 സിഗരറ്റ് വീതമാണ് 2 യാത്രക്കാർ ചേർന്ന് കടത്തിയത്. 17 ലക്ഷത്തോളം വില വരുന്നവയാണ് കടത്തിയത് എന്നുള്ളതാണ്. ഇതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു വിമാനത്തിലെത്തിയ യുവതിയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ തന്നെ സിഗരറ്റുകളും സിഗരറ്റിന്റെ കാട്രിഡ്ജുകളും പിടിച്ചെടുത്തത്. 1.5 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്നവയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നതാണ്. ഇതിന്റെ പരിശോധന പുരോഗമിക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു സ്ത്രീയെ സ്വർണവുമായി പിടികൂടിയത്. 30 ലക്ഷത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന രീതിയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇവരെല്ലാം ഒരു സംഘത്തിന്റെ കണ്ണിയാണെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവർ ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വർണം കടത്തിയത് എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. SIR-നെതിരെ കേരളവും തമിഴ്നാടും നൽകിയ ഹർജികളിൽ വ്യത്യസ്ത വിഷയങ്ങളാണെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി SIR അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി നാളെ പരിഗണിക്കും. തമിഴ്നാട്ടിലെ SIR-നെതിരായ ഹർജികൾ നാളെ പരിഗണിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. തിരഞ്ഞെടുപ്പായതിനാൽ SIR അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് കേരളത്തിൽ നിന്നുമുള്ള ഹർജിയുടെ ആവശ്യം. സംസ്ഥാന സർക്കാർ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI എന്നിവർക്കൊപ്പം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനും ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. SIR സ്റ്റേ ചെയ്യണമെന്നും സമയം നീട്ടി നൽകണമെന്നുമുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ ആവശ്യം. SIR കിട്ടിയില്ലെന്നടക്കം പുതുപ്പള്ളിയിലെ ജനങ്ങൾ ആവശ്യം കണക്കിലെടുത്തിട്ടാണ് അപേക്ഷ നൽകിയതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ SIR-നെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് അടുത്ത മാസം 2 മാറ്റി. കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ തൃക്കണ്ണാട് ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിയുടെ കാലിലേക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വലിയ ഇരുമ്പ് പൈപ്പ് ലൈൻ ഉരുണ്ടു വീഴുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൈപ്പ് ലൈനുകൾ റോഡരികിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ റോഡരികിൽ നിക്ഷേപിച്ചിരുന്നത് ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയിലാണ്. ആ നടന്നു പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് ലൈൻ ഈ വിദ്യാർത്ഥി നടക്കുന്ന സമയത്ത് ഉരുണ്ട് കുട്ടിയുടെ കാലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാലിൽ കുട്ടി ബൂട്ടാണ് ധരിച്ചിരുന്നത്. ഈ ബൂട്ട് പൂർണ്ണമായും നശിച്ചുപോയി. ഒപ്പം കുട്ടിയുടെ കാലിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയൊരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പണി നടക്കുന്നതിന് ആവശ്യമായ പൈപ്പ് ലൈനുകൾ ആളുകൾ നടക്കുന്ന റോട്ടിൽ വെറുതെ കൂട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മരട് നഗരസഭയിൽ 2020 വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. മരട് ആശുപത്രി വാർഡിൽ മത്സരിക്കുന്ന മാനുവലിനോട് അഭ്യർത്ഥിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പ്രധാന മുന്നണികൾ കൂടാതെ നിരവധി പേർ മത്സരിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ വോട്ടുകൾ നഷ്ടമാകുന്നതിന് കാരണമാകും. അതിനാൽ തന്നെ അവരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ 2020 സ്ഥാനാർത്ഥിയും സുഹൃത്തും കൂടിയായ മരട് ആശുപത്രി നഗരസഭയുടെ സ്ഥാനാർത്ഥിയോട് പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിക്കുന്നു.
മാനുവൽ മാത്യൂസ് എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ഈ ശബ്ദരേഖയും പുറത്തുവിട്ടത്. അദ്ദേഹം മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് റെക്കോർഡ് ഓണിലായിരുന്നതിനാലാണ് ഇത്തരത്തിൽ ഈ ശബ്ദരേഖ പുറത്തുവിടാൻ സാധിച്ചത്. ഒപ്പം കോൺഗ്രസിൽ നിന്ന് നിരവധി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നും മാനുവൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2020 നിർദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ വോയിസ് പുറത്തുവിട്ടതെന്നും മാനുവൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലണ്ടൻ സൗത്ത് ഹോളിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറൻ ലണ്ടനിലെ സൗത്ത് ഹോളിലാണ് തീപിടുത്തം ഉണ്ടായത്. ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാഞ്ഞതിനെ തുടർന്ന് ലണ്ടൻ ഫയർ ബ്രിഗേഡ് മേജർ ഇൻസിഡന്റ് ആയി ഇതിനെ പ്രഖ്യാപിച്ചു. കെട്ടിടത്തിനുള്ളിലെ പടക്കങ്ങളും വാതക സിലിണ്ടറുകളും സൂക്ഷിച്ചിരുന്നു എന്ന സംശയമാണ് അടിയന്തര പ്രഖ്യാപനത്തിന് കാരണം. പടിഞ്ഞാറൻ ലണ്ടനിലെ സൗത്ത് ഹാളിൽ ബ്രിഡ്ജ് റോട്ടിലുള്ള ഒരു വലിയ ഗോഡൌണിൽ നിയന്ത്രണാതീതമായി പടർന്നു പിടിച്ച തീപിടുത്തത്തെ തുടർന്ന് ലണ്ടൻ ഫയർ ബ്രിഗേഡ് മേജർ ഇൻസിഡന്റ് ആയി പ്രഖ്യാപിച്ചു. കെട്ടിടത്തിനുള്ളിൽ പടക്കങ്ങളും വാതക സിലിണ്ടറുകളും സൂക്ഷിച്ചിരുന്നു എന്ന സംശയമാണ് ഈ അടിയന്തര പ്രഖ്യാപനത്തിന് പ്രധാന കാരണം. ഏകദേശം 150ഓളം അഗ്നിരക്ഷാ സേനാംഗങ്ങളും 25 ഫയർ എഞ്ചിനുകളുമാണ് സംഭവ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. രാവിലെ 8:55 തീപിടുത്തം സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ ഫയർ കൺട്രോൾ ഓഫീസർക്ക് ലഭിക്കുന്നത്. ഇതിനു പിന്നാലെ 60ഓളം കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. സംഭവത്തിന്റെ അപകടകരമായ സ്വഭാവം കണക്കിലെടുത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിലവിൽ കൂടുതൽ ദൂരത്ത് നിന്ന് വരെ ഇതിനുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഇപ്പോൾ എടുത്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി നാളെ കാണാം.